ഇന്നും കറി വെക്കാനായിട്ടേ ഉള്ളി എടുത്തപ്പോൾ ദേ കുറേ മുളച്ച് അങ്ങ് പൊങ്ങി വന്നേക്കാം മരം പോലെ. എന്നാൽ പിന്നെ അതെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കിയത്തെ മാത്രം കറി വെച്ചിട്ട് അത് നടാമെന്ന് വിചാരിച്ചു. നട്ടാൽ മുളയ്ക്കില്ല എന്നാണ് ചേട്ടായി പറയണേ. എന്നാലും എനിക്ക് നട്ട് തന്നു കേട്ടോ. ദേ ചേട്ടായിയുടെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്ന ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ട് എല്ലാം മുളച്ച് പൊങ്ങി വന്നു തുടങ്ങി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ നട്ട 2 പയറും പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നട്ട 2 ഇത് നമ്മുടെ റണ്ണർ ബീൻസ് ആയിരുന്നു. ഇത് നമ്മുടെ സാധാരണ ഡോർഫ് ബീൻസ്, അതും മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ആ റോസയുടെ ചോട്ടിലെ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചിട്ട് തൂമ്പ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂള് പോയിന്നേ. നിങ്ങൾ അവിടെ തൂമ്പാന്നാണോ മൺവെട്ടിന്നാണോ എന്താ പറയണേന്ന് അറിയില്ലല്ലോ. ഞങ്ങളുടെ അവിടെ തൂമ്പാന്നാണ് പറയണേ. അപ്പോൾ ചേട്ടായി വന്നപ്പോൾ ചോദിച്ചു നോക്കി അതിനൊന്ന് ശരിക്കൊന്ന് ഫിക്സ് ചെയ്ത് തരാമോന്ന്. ദേ ആള് കുത്തിയിരുന്ന് ഫിക്സ് ചെയ്യുന്നതാണ്. ചേട്ടായുടെ അപ്പച്ചൻ്റെ അടുത്തുനിന്ന് പഠിച്ച സ്കില്ലാണിതെല്ലാം. ഇത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. അതിന് വേണ്ടി എവിടെ നോക്കിയോ മരം പിടിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ദേ നല്ലോണം വെട്ടി മിനുക്കി അതിന് പാകത്തിനാക്കി എൻ്റെ ഉള്ളിൽ പൂളായിട്ട് വെച്ച് ദേ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി എൻ്റെ പൂള് കളഞ്ഞാൽ ഇനി എന്നെ ചീത്ത പറയുമായിരിക്കും. എന്നാലും എനിക്ക് അങ്ങനെ കളിക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ പാകത്തിനൊക്കെ അതിൻ്റെ ചോട്ടിലെ പുല്ലൊക്കെ ഒന്ന് ചെത്താം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സന്തോഷമല്ലേ.